ഹായ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോറിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ കോറിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരുപാട് കാലം മുന്നേ ഒരു പ്രവർത്തനമൊക്കെ നിർത്തിപ്പോയതൊരു കോറിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ ഈ കോറി. ഇത് നമ്മുടെ ആ കോറിൻ്റെ അടിയിലുള്ള ഒരു കുളമാണ് കേട്ടോ. അത് കാരണം അത്രയും താഴ്ചയിൽ അവർ ഈ കല്ലൊക്കെ പൊട്ടിച്ച് പോയ കാരണം രൂപപ്പെട്ടൊരു കുളമാണത്. ഉറവ തന്നെയാണ് കേട്ടോ അത്, അല്ല മഴവെള്ളമൊന്നുമല്ല. മഴക്കാലത്ത് നല്ല ഉറവുണ്ടായിട്ട് കുത്തിയൊലിച്ചത് താഴത്തേക്ക് ഒരു നദി മാതിരി തന്നെ പോകും, ഒരു തോട് മാതിരി തന്നെ ഒഴുകി പോകും കേട്ടോ ഇതിൽ നിന്ന് വെള്ളമൊക്കെ. അപ്പം ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ മേലെ കയറുമ്പോൾ അങ്ങനെ ആലോചിക്കുമായിരുന്നു, കാരണം ഇത് ഒരു പാറയായിട്ട് ഇത്രയും ഏക്കർ കണക്കിന് വലിയൊരു പാറയായിട്ട് ഇങ്ങനെ ഒരു മല മാതിരി നിൽക്കുന്നതിൻ്റെ ഒരു അത്ഭുതം അതിങ്ങനെ മനസ്സിൽ കണ്ടാണ് ഞാൻ അതിൻ്റെ മേലേക്ക് കയറി പോയിരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ മേലെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നല്ല പച്ചപ്പിലുള്ള സ്ഥലങ്ങളാണ് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. കാരണം ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ ഇത്, പക്ഷേ വീടുകളൊന്നും ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണില്ല. ഫുള്ള് കാടായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം തിങ്ങി നിറഞ്ഞൊരു കാട്ടിലേക്ക് നോക്കണ ഒരു ഫീലാണ് കേട്ടോ. കാരണം ഒരു സ്ഥലത്തും നമുക്ക് വീടോ ബിൽഡിങ്ങോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കണില്ല. കാരണം അത്രയും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായിട്ടാണ് നമുക്കിതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതിൻ്റെ ഫുള്ള് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം കണ്ട കുളത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ വളരെ വിലപ്പെട്ട അഭിപ്രായം എഴുതാൻ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കണേ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.